ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഈ സിനിമ കാണാൻ വേണ്ടി പോണ നിങ്ങൾ ആരും ഒരു റിവ്യൂവോ ഒരു റെസ്പോൺസോ ഒന്നും നോക്കാതെ നേരെ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള കാര്യം മാത്രമേ ആദ്യം ഞാൻ പറയുന്നു. അന്ന് മലക്കോട്ടെ വാലിന് ഇറങ്ങിയ സമയത്ത് നമ്മൾ ആൾ പറഞ്ഞില്ലേ തിയേറ്ററിൽ കുലുങ്ങുമെന്ന്, ശരിക്കും ഇതായിരിക്കും കുലുങ്ങാൻ വേണ്ടി പോകണം. അത്രയ്ക്ക് പാനിൻ ലെവലിൽ മേക്കിംഗ് സാധനമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലൂസിഫർ 2 എമ്പുരാൻ അതിൻ്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. ഇന്ന് നേരം വെളുത്ത സമയത്ത് ഏതാണ്ട് 5 മണിയൊക്കെ ആയ സമയത്ത് ഞാൻ ഈ സംഭവം ഇങ്ങനെ കണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്കൊരു 1 മണിക്ക് ശേഷം അവർ ഇറക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ രാവിലെ തന്നെ ഈ ഒരു ട്രെയിലർ കാണാനും ഒക്കെ ഇടയെന്ന് എനിക്കറിയത്തില്ല. ടൈം ചേഞ്ച് ആക്കി സർപ്രൈസ് ആക്കി തന്നെയാണ് ഈ സംഭവം നമുക്ക് വേണ്ടി അവർ തന്നിരിക്കുന്നത്. ട്രെയിലർ എന്താ പറയപ്പെട്ടതിനെ പറ്റി ഒരു പക്ക സംഭവം. പറയാതിരിക്കാൻ വയ്യ. തിയേറ്ററിലെ നമുക്ക് രോമാഞ്ചിഫിക്കേഷനും അപ്പുറത്ത് എന്തെങ്കിലും ഒരു മൂടുണ്ടെങ്കിൽ ആ രീതിക്കിരുന്ന് കാണാൻ പറ്റിയ ഒരു ഐറ്റം. ഒരു നിമിഷം പോലും നമുക്ക് കൈയടിക്കാതെയോ വിസിലടിക്കാതിരിക്കാൻ വേണ്ടി പറ്റൂല. അമ്മാതിരി സംഭവം ചെയ്ത് വെച്ചേക്കാണ്. ഫാൻ സ്ട്രീറ്റ് അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകർക്ക് പറ്റിയ ഒരു ട്രെയിലർ എന്നാണ് ഞാൻ കണ്ടേക്കുന്നത്. സിനിമ ആ രീതിക്ക് തന്നെയായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ട് ചിന്തിക്കുകയാണെങ്കിലേ ഈ ട്രെയിലർ ഇതിനകത്ത് സിനിമ അതിൻ്റെ ഒരു നമുക്കെങ്ങനെ അത് കാണണം എന്നുള്ള കാര്യമാണല്ലോ ട്രെയിലറിനോട് ഉദ്ദേശിക്കുന്നത്. ഈ സിനിമ ഒരു മഹാസംഭവമായിരിക്കും. ഹിസ്റ്ററിയിൽ എഴുതിപ്പെടേണ്ട ഒരു സിനിമയായിരിക്കും ഇത്. കാരണം ഏതൊക്കെ മേഖലയിൽ കൂടെ കഥ പോകണമെന്നറിയാൻ വയ്യ. ഇൻ്റർനാഷണൽ, ഇന്ത്യ, കേരള, പൊളിറ്റിക്സ്, ടെററിസ്റ്റ്, പിന്നെ ഈ ഒരു മിഷണറി ആക്ട്, ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് വെച്ചിരിക്കുന്നത്. ഒന്നും പറയില്ല കേട്ടോ. ഇത് വേറെ ലെവലിൽ മേക്കിംഗ് ആയിപ്പോയി. എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിയും വേറെ ലെവലിൽ പോയിരിക്കുന്നത്. എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ പുള്ളി ഇതിനകത്ത്? പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ കഴിവ്, ചിന്ത, ആശയങ്ങൾ, മുരളിഗോപിയുടെ സ്ക്രിപ്റ്റ്, മേക്കിങ്, പിന്നെന്താണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കി കാണേണ്ട ഒന്ന് നമ്മുടെ ലാലേട്ടൻ്റെ സ്വാഗ്, ആക്ഷൻ പാക്ക്. പുള്ളി നടന്നാൽ തന്നെ ഒരു 500 ടണ്ണോളം വരുന്ന ഒരു മാസമുണ്ട്. അത് ആ ഒരു സംഭവം അങ്ങ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. നമുക്ക് എങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൈയടിക്കാതിരിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ ട്രെയിലർ തരുന്ന സൂചനയും കാര്യങ്ങളൊക്കെ സിനിമ നമുക്ക് എങ്ങനെ നോക്കിക്കാണണം അല്ലെങ്കിൽ ഏത് ലെവൽ നമ്മൾ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരമായ പൊളിറ്റിക്സ് അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പൊളിറ്റിക്സിൻ്റെ കളികൾ, സ്ഥാനമാറ്റങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, സ്ഥാനത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ, ചതി, ഈ രീതിക്കുള്ള സംഭവങ്ങൾ ഒരു വശത്ത് നടക്കുമ്പം വർഗീയത ഇല്ലെങ്കിൽ അതിക്രമം, അക്രമം, അധികാരം കൈപ്പെടുത്താൻ വേണ്ടിയുള്ള ചില ഗൂഢാലോചനകൾ, അതിനുള്ള അതിക്രമങ്ങൾ, അതിനപ്പുറം നോക്കുകയാണെങ്കിൽ 2-3 ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പുകൾ തമ്മിലുള്ള പൊരിഞ്ഞ വാർ, ഇതെല്ലാം കൂടെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ സംഭവമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഇതൊരു നിസ്സാര സിനിമയല്ല. ഇത് മലയാള സിനിമയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഇങ്ങനെ ഒരു സിനിമ ആദ്യമായിട്ടായിരിക്കും. ഇപ്പം നോക്കിക്കാണേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ റിയൽ ലൈഫ് ആയിരുന്നാലും ഇന്ത്യ ആയിരുന്നാലും വേൾഡ് ആയിരുന്നാലും അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നത്, എന്തെല്ലാം വലിയ വലിയ പ്രശ്നം നടക്കുന്നത്, അതിൻ്റെയൊക്കെ ഒരേ ഒരു അംശങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറിനെ മാത്രം നോക്കിയാൽ, പൃഥ്വിരാജ് ഒരു ആക്ടറാണ്, നമ്മൾ ഇനി അതിനെ നോക്കേണ്ട കാര്യമില്ല. ആസ് എ ഡയറക്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പുള്ളി എന്തുകൊണ്ട് ഇതിന് മുന്നേ സിനിമകൾ ചെയ്തില്ല? അന്നേ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു മലയാളം ഇൻഡസ്ട്രി ഇന്ന് എവിടെ എത്തി നിന്നേനെ. ഈ പുള്ളിക്ക് ഞാൻ മുമ്പ് യൂട്യൂബിൽ ഇപ്പോൾ 2 ദിവസം മുമ്പ് കണ്ട ഒരു വീഡിയോ വെച്ച് പറയുകയാണെങ്കിൽ ഈ മലയാള സിനിമേനെ ഇത്ര ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധായകൻ വേറെ ഇല്ല. ഈ മലയാള സിനിമയിൽ വേറെ ഇല്ല. ആ ഒരു ജോബ് എന്നൊക്കെ പറയാൻ വേണ്ടി അത് ഇയാളെ ഏറ്റെടുത്ത് വെച്ചിരിക്കുകയാണ് പൃഥ്വിരാജ്. മലയാള സിനിമേനെ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുക. ലൈക്ക് KGF, കാന്താര, ബാഹുബലി എന്നീ രീതിക്ക് മലയാളത്തിൽ നിന്ന് പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഒരു പടത്തിന് നമുക്ക് എടുത്തിടണം. അതാണ് ഈ സിനിമ ചെയ്ത് വെച്ചിരിക്കുന്നത്. മഞ്ജു വാര്യർ, ടൊവിനോ, സുരാജ് വെഞ്ഞാറമൂട് ഇവരൊക്കെയാണ് ഇതിൽ ട്രെയിലറിൽ കുറച്ച് ഹൈപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാർ. പിന്നെ 36 കഥാപാത്രങ്ങളെ കൊണ്ടുവന്നതിലുള്ള ഭൂരിഭാഗം പേര് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റി. അങ്ങനത്തെ കുറച്ച് കഥാപാത്രങ്ങളെ വ്യക്തിക്കൊരു സ്ഥാനം കൊടുത്തു. പിന്നെ എല്ലാവരുടെയും സംശയം ആരാണ് വില്ലൻ എന്നുള്ളതാണ്. ആ ഒരു
വൈറ്റ് ഡ്രസ്സിൽ ഡ്രാഗൻ്റെ പടമുള്ള ഒരു ഫോട്ടോ കണ്ട സമയത്ത് പല പല ഗസ്റ്റൊക്കെ ആയിരുന്നു, ഒരുപാട് താരങ്ങളെ പേരൊക്കെ പറഞ്ഞ്. പക്ഷേ ഇതിലിപ്പോൾ കാണിച്ചിരിക്കുന്നത് ബ്ലാക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. ബ്ലാക്ക് ജാക്കറ്റിൽ ഡ്രാഗൻ്റെ പടം വന്നിട്ടാണ് ഇങ്ങനെ ഒരാൾ നിൽക്കുന്നത്. പിന്നെ മാനറിസങ്ങളും അല്ലെങ്കിൽ ഈ ഡയലോഗ് ഡെലിവറികളും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറേ ആൾക്കാർ നമുക്ക് നെഗറ്റീവ് കാറ്റഗറി പെടുത്തേണ്ടി വരും. ഒന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ ആസ്വാദനങ്ങളെ ബാധിച്ച് സ്പോയിലർ ആവുന്നതുകൊണ്ട് ഒരു സൂചന ഞാൻ തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പിന്നെ കുറച്ച് ഗസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ട്രെയിലർ തിരിച്ചും മറിച്ചൊക്കെ നിങ്ങൾ തന്നെ നോക്കി കണ്ടുപിടിച്ച് നിങ്ങളെ ഒരു ഓൺ ഐഡിയ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ മനസ്സിൽ തന്നെ വെച്ചേക്കുക. എവിടെ ഷെയർ ചെയ്ത് നിൽക്കേണ്ടത്, ഇത് തിയേറ്ററിൽ ചെന്ന് തന്നെ എല്ലാവർക്കും ഒരു ഇതാണിപ്പോൾ ഒരു അനുഭവം, നമുക്കതിൻ്റെ ഒരു ത്രില്ലിങ് മൂഡ് നമുക്ക് അവിടെ തന്നെ കിട്ടണം ഈ സിനിമ കാണുമ്പോൾ. പിന്നെ ബ്ലാസ്റ്റിംഗ് സീൻസുകളാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതിനൊക്കെ ഒരു പക്ക ക്രിയേറ്റിവിറ്റി ഇവിടെ കാണാൻ വേണ്ടി പറ്റി. അത് സംഭവമാണത്. തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാൻ ഇന്ത്യൻ സിനിമ എന്ന ഒരു ലേബൽ വന്ന ഈ ഇവിടുത്തെ സിനിമകളൊക്കെ ഇല്ല, ഈ ഞാൻ ഇത്ര നേരത്തെ പറഞ്ഞ കാന്താര, KGF, ബാഹുബലി, RRR, എന്തുകൊണ്ടോ എനിക്ക് പേഴ്സണലി തോന്നുന്നു ആ ഒരു കാറ്റഗറിയിൽ നിന്ന് ഒരു 2-3 അംശം ഈ ടോപ്പിൽ പോയി ട്രെയിലർ എന്നാണ് എൻ്റെ ഒരു രീതി. കാരണം ഇജാതി മേക്കിംഗ് ഉള്ള ഒരു ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല. ഇത് അമ്മാതിരി സംഭവം ചോദിച്ചിരിക്കുകയാണ്. തിയേറ്ററിൽ ഇത് കാണാൻ നേരത്തെ ഇത് ഇന്നേ വരെ കാണാത്ത ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി പോകുന്നു. എന്താണ് സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് പറയാതിരിക്കാൻ വയ്യട്ടോ, വേറെ ലെവൽ സാധനം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് ആശയത്തിൽ നോക്കുകയാണെങ്കിൽ മിഷണറി വാറ്, പൊളിറ്റിക്സിലെ തന്ത്രങ്ങൾ, പിന്നെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് എന്നുള്ള അന്വേഷണം, അത് നമ്മുടെ മഞ്ജു വാര്യർ, ടോവിനോ ഇവരുടെ അന്വേഷണവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കഥാപാത്രത്തിനെ മാത്രം ഒന്ന് ഒബ്സർവേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പുള്ളിയുണ്ടല്ലോ ഇതിൽ ഇന്നേ വരെ കാണാത്ത രീതിക്കുള്ള ഒരു ഹൈപ്പ് പെർഫോമൻസ് ആയിരിക്കും പുള്ളി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ്, സജനചന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് പുള്ളി ചെയ്യുന്നത്. ഇതൊരു നിസ്സാരപ്പെട്ട കഥാപാത്രമല്ല, എത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഈ സിനിമയിലുണ്ടോ അത് പൃഥ്വിരാജ് സുകുമാരൻ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കഥാപാത്രം ഒരു നട്ടലാണ് ഈ സിനിമയുടെ എന്ന് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ആഫ്റ്റർ ഓളുള്ള ബാക്കി കഥാപാത്രങ്ങൾ എല്ലാവർക്കും ഉള്ള ഒരു അവരുടെ പ്ലേസിൽ നിന്നിട്ട് അവരത് ഏറ്റെടുക്കും തന്നെയാണ് പറയാൻ വേണ്ടിയുള്ളത്. നിങ്ങൾക്ക് ഇനി ഒരൊറ്റ പ്രതീക്ഷ അങ്ങോട്ട് തരികയാണ്, മസ്റ്റായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഇന്നേ വരെ കാണാത്തൊരു സിനിമ അനുഭവം നിങ്ങൾക്ക് ഈ സിനിമ തരും. അതാണ് കയ്യടി, വിസിൽ, ആവേശ പ്രകടനം എന്നൊക്കെ പറയൂലേ, അത് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ട്രെയിലർ ചെയ്തു വെച്ചിരിക്കുകയാണെങ്കിൽ സംഭവം. നമ്മുടെ ലാലേട്ടനെ ഒന്നുകൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ ഈ ഏജിലും ആ ഒരു ലുക്കും ആ വാക്കിംഗ് സ്റ്റൈലും ആ സ്വാഗും ആറ്റിറ്റ്യൂഡും സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ടും ഖുറേഷി എബ്രഹാമായിട്ടൊക്കെ മാറുന്ന ആ ഒരു ടൈമിലുള്ള ഒരു വൈബ്. ഇങ്ങനെ ആ ഒരു കാര്യം പറയാം, ടീസർ കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമാണ് ഈ മോഹൻലാലിനുള്ളൊരു പഞ്ചില്ലല്ലോ, അല്ലെങ്കിൽ പഞ്ച് പോരാ എന്നെനിക്ക് തോന്നിയതാണ്. അത് ട്രെയിലറിൽ അങ്ങ് തീർന്നിട്ടുണ്ട്. ഓവർലോഡ് മാസമാണ് മക്കളെ ജീവിച്ചിരിക്കുന്നത്, ഓവർലോഡ് മാസം. ഒന്നും പറയാൻ വയ്യ. ഇത് കണ്ടല്ലേ, ഇത് തിയേറ്ററിൽ ചെന്ന് കാണുമ്പം പണ്ട് നമ്മുടെ മലക്കോട്ടെ വാലിബിനിറങ്ങിയ സമയത്ത് മറ്റേ നമ്മുടെ ആൾ പറഞ്ഞ കണക്ക് തിയേറ്റർ കുലുവെന്നൊക്കെ പറയൂലേ, ശരിക്കും ഇവിടെ കുലുങ്ങും തിയേറ്റർ, ഇത് ഇളകി മറിയും തിയേറ്റർ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇതാണ് പറയാൻ വേണ്ടിയുള്ള സംഭവം. പിന്നെ മഞ്ജു വാര്യർക്ക് ടൊവിനോ, മോഹൻലാൽ, പൃഥ്വിരാജ്, സുരാജ് വെഞ്ഞാറമൂട്, സായി കുമാർ ഇവരൊക്കെ സ്കോർ ചെയ്യും ഒരുപാട് ഈ സിനിമയിൽ. പിന്നെ നമുക്ക് ഈ സിനിമ നിങ്ങൾ നല്ല ഒരു കാര്യം പറയാം, തിയേറ്ററിലൊക്കെ ചെന്താൻ നേരത്തെ ചിലപ്പോൾ ഫാൻ ഷോ കഴിഞ്ഞാൽ നിങ്ങളൊന്നും കയറി അഭിപ്രായങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകരുത്, യൂട്യൂബ് റിവ്യൂസ് കാണരുത്, ഒന്നും കാണാതെ വേണം ഈ സിനിമ പോയി കാണണം. നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ വ്യൂ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സിനിമ കാണാൻ വേണ്ടി പോകുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം തിയേറ്ററിൽ ചെന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളാണ് ചോദിക്കരുത്, റിവ്യൂ കാണരുത്, ഫോണേ എടുക്കരുത്. ആ ദിവസം ഫോൺ എടുക്കാതെ തിയേറ്ററിൽ ചെന്ന് കാണുക, വരിക, എന്നിട്ട് നിങ്ങളുടെ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇത്ര ഞാൻ പറയുന്നുള്ളൂ. അതാണ് ഇതെനിക്കുള്ള. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്തിയാണ് വീഡിയോ. ട്രെയിലർ ടോപ്പ് വ്യൂ ട്രെയിലറിലെ 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് സിംഗം എഗെയിനാണ് 1-ാം സ്ഥാനം, 4 മിനിറ്റ് 58 സെക്കൻഡ്. പിന്നെ വേറെ ഏതൊരു പടം 2002 ഒരു ഹിന്ദി സിനിമയാണ്, എന്തോ ഒരു വല്ലാത്തൊരു പേര്, അതിന് കിട്ടുന്നില്ല അത്. പിന്നെ ഇതാണ് 3 മിനിറ്റ് 50 സെക്കൻഡ് ഉള്ളത്
മറ്റേ ട്രെയിലറാണെങ്കിൽ 3 മിനിറ്റും 53 സെക്കൻഡുണ്ട്. ഇത് 3 മിനിറ്റ് 50 സെക്കൻഡിൽ തീരെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച്. സോ ഇതാണ് രോമാഞ്ചിഫിക്കേഷൻ എന്ന് പറയൂലേ, ചെയ്ത് വെച്ചേക്കാണ് സംഭവം. തിയേറ്ററിലെ കൊളുത്തും. ഇത് വേറെ ലെവലായിരിക്കും സത്യം പറഞ്ഞാൽ. നമ്മുടെ പൃഥ്വിരാജിനെ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജിന് ഇതിനകത്ത് എന്തൊക്കെയോ കുറേ നിഗൂഢമായ കുറേ കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ട്രെയിലർ അങ്ങനെയാണ് സൂചിപ്പിക്കുന്ന നിഗൂഢമായ ചില കാര്യങ്ങൾ. ടൊവിനോ, പൃഥ്വിരാജ് ഈ 2 പേർക്കും ഇതിലുള്ള നമ്മൾ ലൂസിഫർ ഫസ്റ്റ് ഭാഗത്ത് കണ്ട ഒരു ക്യാരക്ടറില്ലേ, അതിൽ നിന്നൊരു ചേഞ്ച് ഔട്ട് എന്തായാലും ഇതിനകത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവർ 2 പേർക്കും ഒരു മാറ്റം, ഒരു ക്യാരക്ടർ മാറ്റം വരും എന്നുള്ള കാര്യങ്ങളൊക്കെ തോന്നുന്നു. ഇവർ 2 പേരുടെ ഒരു ആറ്റിറ്റ്യൂഡും സ്വാഗും ഒരേ രംഗങ്ങൾ കാണാൻ എനിക്ക് പല കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഈ ക്യാരക്ടറിന് ഒരു മാറ്റം വരുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ സിനിമ സംഭവിക്കാനും ഇതിങ്ങനൊരു പടം നമുക്ക് മലയാളികൾക്ക് അഭിമാനപൂർവ്വം പറയാനും വേണ്ടി പറ്റിയതിന് മുൻകൈയെടുത്ത മുരളി ഗോപിനെ ഇവിടെ ഒന്ന് ഓർക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി പൃഥ്വിരാജ് ഡയറക്ഷൻ, ആൻ്റണി പെരുമ്പാവൂർ പ്രൊഡക്ഷൻ, പിന്നെ ലാലേട്ടൻ്റെ ആക്ടിങ്, മറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് ഇത് ഇങ്ങനൊരു സിനിമ ചെയ്തതിന് ഇവർക്കൊരു ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റും. എണീറ്റിന്ന് തൊഴുവാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. ആ രീതിക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇത്രയും കണ്ടല്ലോ, ഇത്രയും കണ്ട സമയത്ത് നമുക്കെല്ലാവർക്കും ഒരാളെ നമ്മൾ മറക്കരുത്. ഈ 2ാം ഭാഗം ഇറങ്ങാൻ നേരം നമ്മൾ ഒരാളെ മറക്കരുത്. ആരാണ്? വിവേക് ഒബ്രോയ്. പുള്ളി ആ ഒരു ബിമൽ നായർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം എന്തുമാത്രമാണ് അവിടെ ചെയ്തുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോകരുത്. സോ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക. തിയേറ്ററിൽ പോയി കാണുന്നതിന് മുന്നേ ഒരു റിവ്യൂ കാണരുത്, റിവ്യൂ കേൾക്കരുത്, ആരുടെ അഭിപ്രായം ചോദിക്കരുത്, ഒന്നും ചെയ്യരുത്. ഡയറക്റ്റ് പോയി സിനിമ കാണുക, കണ്ടിറങ്ങിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഫസ്റ്റ് ഡേ എങ്കിലും നിങ്ങൾ ആരും പോയിട്ട് ആരുടെയും റിവ്യൂ കാണാതെ ഇരുന്ന് സിനിമ കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഡേ കാണുന്നവർ, പിന്നെ ബാക്കിയുള്ളതൊക്കെ റിവ്യൂ ഒക്കെ അവിടെ കാണുമായിരിക്കും, അതൊക്കെ വേറെ സംഭവം. സോ ആ ഒരു കാര്യം വെച്ച് ഫസ്റ്റ് ഡേ കാണാൻ വേണ്ടി പോകുന്നവർ ഒരു റിവ്യൂ ഒന്നും ക്യാച്ചപ്പ് ചെയ്ത് വേണം ഈ സിനിമ പോയി കാണേണ്ടത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ട്രെയിലർ ഒരു പാൻ ഇന്ത്യൻ സംഭവം, ഒരു ഗംഭീര ട്രെയിലർ. മലയാള സിനിമ ഇതുവരെ കാണുന്ന ട്രെയിലർ. പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ ഡയറക്ടർ മലയാള സിനിമയെ ഒരു പാൻ ലെവലിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച്. സോ ഇതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കാര്യം ഞാൻ പറയാണ്. തിയേറ്ററിൽ പോയി കാണുന്ന നേരം നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ഒരു അനുഭവമായിരിക്കും ഈ സിനിമ തരാൻ വേണ്ടി പോകുന്നത്. തിയേറ്ററിലുണ്ടല്ലോ, നിങ്ങൾ വേറെ ലെവലായിരിക്കും പടം വേണ്ടി കാണാൻ വേണ്ടി പോകുന്നത്. ആ ഒരു കാര്യം ചിത്രം പറയാൻ വേണ്ടിയുള്ളൂ. ഇതാണ് ആ ട്രെയിലർ കണ്ട സമയത്ത് നിങ്ങൾക്ക് പറ്റി ചില കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ചിന്തി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ റിവ്യൂട്ടായിട്ട് വരുന്നത് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.